കൊച്ചിയുടെ തറവാട്ടിൽ കയറി അവരെ വെട്ടിക്കൂട്ടി അവിടെ തന്നെ കുഴിച്ചു മൂടാൻ സജ്ജരായി മലപ്പുറത്തു നിന്നും ഒരു പടയൊരുങ്ങി കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് കൊച്ചി ഫോസയും പിന്നെ മലപ്പുറം എഫ് സിയും തമ്മിലാണ്. മലപ്പുറം എഫ് സി ഒരു ഇന്റഗ്രൽ പാർട്ടായി ഇന്ത്യൻ ഫുട്ബോളിൽ വാഴ്ത്തപ്പെടാൻ പോകുന്ന കാലഘട്ടത്തിന്റെ നാന്ദി കുറിക്കലായിട്ട് നമുക്ക് ഇന്നത്തെ മത്സരത്തിനെ വിശേഷിപ്പിക്കാം. കേരള സൂപ്പർ ലീഗ് പോലെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സംരംഭത്തിന് തുടക്കം കുറിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു വശത്ത് തീർച്ചയായും മലപ്പുറം എഫ് സിയെ പോലെ ഒരു ക്ലബ്ബ് ഉണ്ടായിരിക്കേണ്ടത് കാലത്തിന്റെ കാവ്യനീതി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. കവാത്തുപറമ്പിലെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ആധിപത്യത്തിനെതിരെ പൊരുതുന്ന ചെറുപ്പക്കാരുടെ പോരാട്ട വീരത്തിന്റെ കഥ കൂടി മലപ്പുറത്തിന്റെ ഫുട്ബോൾ ചരിത്രം അനാവരണം ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടി വരും. ഇന്നതെല്ലാം ഓർക്കേണ്ട ദിവസം കൂടിയാണ്. അതുപോട്ടെ, വളരെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് മലപ്പുറം എഫ് സി ഒരുങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വെന്നിക്കൊടി പറച്ച് ഇംഗ്ലീഷ് പരിശീലകനായിട്ടുള്ള ജോൺ ഗ്രിഗറിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ മികച്ച വിദേശ താരങ്ങളും ആഭ്യന്തര താരങ്ങളും ലോക്കൽ പ്ലേയേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു വെൽ ഓർഗനൈസ്ഡ് ബാലൻസ്ഡ് യൂണിറ്റുമായിട്ടാണ് മലപ്പുറം എഫ് സി ഇന്ന് പടപ്പുറപ്പാടിന് ഇറങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡുമായിട്ടാണ് അവർ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. വളരെയേറെ കാലം ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതിരോധത്തിന്റെ അലകും പിടിയുമായി ഉറച്ചു നിന്ന് പ്രതിരോധത്തിലെ ഇളകാത്ത പാറയെന്നും ശക്തി ദുർഗമെന്നും എല്ലാം വിളിക്കപ്പെടുന്ന അനസ് എടത്തൊടുകയാണ് അവരുടെ ക്യാപ്റ്റൻ. ആ ഒരു ക്യാപ്റ്റന് കീഴിൽ അതിശക്തമായിട്ടുള്ള ഒരു വിദേശ നിരയും മലപ്പുറം എഫ് സിക്കൊപ്പം ഉണ്ട്. ഉറുഗ്വൻ സ്ട്രൈക്കറായിട്ടുള്ള പെഡ്രോ മാൻസിനി മുന്നേറ്റ നിരയിൽ നിൽക്കുന്നുണ്ട്. പഴയ റയൽ സോസിഡാസിന്റെ താരവും ഐ ലീഗ് താരവുമായിട്ടുള്ള സ്പാനിഷ് മധ്യനിര താരം ജോസബ ബൈറ്റിയ അവരുടെ മിഡ്ഫീൽഡിനെ അടക്കി ഭരിക്കാൻ ശക്തനായി മലപ്പുറത്തിന്റെ പോരാളികൾക്ക് കരുത്ത് നൽകുന്നുണ്ട്. മറ്റൊരു സ്പാനിഷ് താരമായിട്ടുള്ള റൂബൻ ഗാർഷ്യ അവരുടെ പ്രതിരോധത്തിന്റെ ഉറച്ച പാറയായി അനസ് എടത്തൊടിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് മലപ്പുറത്തിന്റെ ഗോൾ പോസ്റ്റിന്റെ കവാടം സംരക്ഷിക്കും. ഈ രണ്ട് ശക്തി ദുർഗങ്ങളെ മറികടന്ന് ഫോസ കൊച്ചിയുടെ കാട്ടരുമകൾക്ക് മുന്നേറണമെങ്കിൽ അതിനിത്തിരി പുളിക്കും എന്ന് തന്നെയാണ് മലപ്പുറത്തിന്റെ ആരാധകർ ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും പറയുന്നത്. പിന്നീട് വലതുവെങ്കിൽ തങ്ങളുടെ കാനരക്കിളികളുടെ ചിറകുകളും പിന്നീട് സാമ്പാനൃത്ത ചുവടുകളുമായിട്ട് ഇന്ദ്രജാലം വിരിയിക്കാൻ ബ്രസീലിയൻ താരം സെർജിയോ ബാർബോസയുണ്ട്. സ്പാനിഷ് താരം ഐറ്റോർ അൽദലൂർ റൈറ്റ് ബാക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വിദേശ നിര അവർക്കൊപ്പം ഉണ്ട്. പിന്നെ എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലെ ടോപ്പ് സ്കോറർ ആയിട്ടുള്ള അലക്സിസ് സാഞ്ചസ് എന്ന ഇൻസെയിൻ സ്ട്രൈക്കറും കൂടി മുൻനിരയിലേക്ക് വരുമ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. മലപ്പുറത്തിന് നിലവിലെ ഏറ്റവും സന്തുലിതമായിട്ടുള്ള സ്ക്വാഡുകളിൽ ഒന്നുമായിട്ടാണ് മലപ്പുറം ഇന്ന് കൊച്ചിയിൽ അവിടുത്തെ കാട്ടരുമകളെ നേരിടാൻ ഇറങ്ങുന്നത്. സന്തോഷ് ട്രോഫി കേരളത്തിന് നേടിക്കൊടുക്കുന്നതിൽ വളരെ നിർണായക സാന്നിധ്യമായിരുന്ന മിഥുനാണ് മലപ്പുറത്തിന്റെ ഗോൾ വല കാക്കുന്നത്. അതുപോലെ ഫസലുവിനെ പോലെയുള്ള നിരവധി മികച്ച ലോക്കൽ പ്ലേയേഴ്സും മലപ്പുറത്തിന്റെ കോട്ടയിലുണ്ട്. സ്വന്തം നാടിന്റെ മണ്ണും സ്വന്തം മണ്ണിന്റെ ചൂടും ചൂരും വിദേശ താരങ്ങളുടെ സന്തുലിതയും താരമൂല്യവും എല്ലാം കൃത്യമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് മലപ്പുറം ഒരു പടയായി ഇന്ന് കൊച്ചിയിൽ വേട്ടയ്ക്കിറങ്ങുമ്പോൾ നാളത്തെ പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ കൊച്ചിയിൽ വീശുന്ന കാറ്റിന് കാട്ടരുമകളുടെ രക്തത്തിന്റെ രൂക്ഷഗന്ധമുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മലപ്പുറത്തിന്റെ പോരാളികളുടെ കശാപ്പ് തന്നെയായിരിക്കും.